എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡൽഹി യാത്ര രണ്ടാം ദിവസമാണ്. ഇന്ന് നമ്മുടെ രാജേഷ് ഏട്ടൻ അദ്ദേഹം ഡൽഹിയിൽ ദ്വാരകയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അദ്ദേഹം ടൂറിസമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. എൻ്റെ കൂടെ ഇന്നും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര. അപ്പോൾ ആദ്യം നമ്മളൊരു ക്ഷേത്രം കാണാനായിട്ട് ഇറങ്ങിയത്. ഇന്നിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കാണണം. അവിടെ തന്നെ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം, അതേപോലെ മഹാത്മാഗാന്ധിയുടെ ഓർമ്മ മെമ്മോറിയൽ, അവിടെ അദ്ദേഹം വെടിയേറ്റ് മരിച്ച സ്ഥലം. അതിനുശേഷം ഇവിടെ ഒരു പ്രധാനമന്ത്രിമാരുടെ എല്ലാവരുടെയും കൂടി ഉള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. അതിനുശേഷം പിന്നെ അക്ഷർധാം, നെഹ്റു പ്ലാനറ്റോറിയം, അതിനുശേഷം അക്ഷർധാം. ഇത്രയാണ് കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ടാകും, എല്ലാവരും കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആക്കി നമ്മളിത് മാറ്റിയിട്ടുണ്ട് മാക്സിമം. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് കയറിയാൽ ആദ്യം ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറണം. അകത്ത് കയറിയാൽ അതിൻ്റെ ഒരു ബോർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഇന്ദിരാഗാന്ധി മരണപ്പെട്ട സമയത്ത് വന്ന വാർത്തകളാണിത്. പല പത്രങ്ങളിൽ വന്ന വാർത്തകൾ അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അവരുപയോഗിച്ചിരുന്ന അവരുടെ ചില സാധനങ്ങൾ, പിന്നെ അവരുടെ വിവിധ സമയങ്ങളിൽ നമ്മുടെ മലയാള പത്രത്തിൽ മാതൃഭൂമി വന്ന വാർത്തകളാണ് ഞാൻ ഈ പ്രത്യേകം നമ്മളത് എടുത്തിരിക്കുന്നത്. ഞാൻ മലയാളം ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അത് വളരെ വിശേഷപ്പെട്ടൊരു വാർത്തയുണ്ടല്ലോ, നമ്മുടെ ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയ വാർത്ത, അതേപോലെ അവർ എമർജൻസി പ്രഖ്യാപിച്ചത്, അതൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെ അവർക്ക് കിട്ടിയ ഓരോ മെഡൽ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന പോയ സമയത്ത് ഉള്ള ഇതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു വാർത്ത. ഇത് അവർ കൊല്ലപ്പെട്ട സമയത്ത് അവർ ധരിച്ചിരുന്ന വസ്ത്രം, ബാഗ്, ചെരുപ്പ്. അതിനുശേഷം അവർ വിവാഹ സമയത്ത് ഉപയോഗിച്ച സാരിയാണത്. നെഹ്റു തന്നെ തുന്നിക്കൊടുത്തു എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ്സിങ് റൂം അതാണിത്. അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ സ്റ്റഡി റൂം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് രാജീവ് ഗാന്ധിയുടെ സാധനങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹം പൈലറ്റായിരുന്നല്ലോ. പൈലറ്റിൻ്റെ ടൂൾ ബോക്സ്, പൈലറ്റിൻ്റെ മറ്റു ഉപകരണങ്ങൾ, അദ്ദേഹം സോണിയയെ വിവാഹം കഴിക്കുന്ന ചിത്രം, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ഇത് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങളാണ്. പല ഇന്ത്യക്കകത്തുനിന്ന് കിട്ടിയ സമ്മാനങ്ങളൊക്കെ അതെല്ലാം പലതായിട്ടുണ്ട്. ഇത് അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ഷൂവ്, അദ്ദേഹത്തിന് ആകപ്പാടെ കിട്ടിയ ഡ്രസ്സ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇല്ലാതായിപ്പോയി. ഇത് അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്ത് നമ്മുടെ രാജ്യം ആദരിച്ചിരുന്നു. അതിൻ്റെ ഭാരതരത്നത്തിൻ്റെ രത്നമാണത്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടത് കാണിക്കുന്നത്, നന്നായി ഭംഗിയായിട്ടത് വായിക്കാൻ പറ്റും, ഭാരതരത്നം എന്നുള്ളത്. ഇനി നമ്മൾ കാണുന്ന അദ്ദേഹം മരിക്കുന്ന സമയത്ത് തഞ്ചാവൂരിൽ ഉള്ള ബോംബ് ബ്ലാസ്റ്റിന് മുമ്പ് അദ്ദേഹത്തിനെടുത്ത ചിത്രങ്ങളാണ്. അദ്ദേഹം അവിടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം അവിടെ ഉണ്ട്, അതാണ് ഇത് കാണുന്നത്. അദ്ദേഹവും ഇവിടെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ പൂജാമുറി ഉണ്ട് അവിടെ. പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു ചില്ലിട്ട് മറച്ചിരിക്കുകയാണ്. പുറത്ത് നമ്മൾ എടുത്തിട്ട ചിത്രങ്ങളാണ് ഇതൊക്കെ, വീഡിയോ. ഇത് അവരുടെ ഡ്രോയിങ് റൂം ആണ്. ഇത് എല്ലാം ഇപ്പം തന്നെ ഭംഗിയാക്കി അവർ വെച്ചിട്ടുണ്ടല്ലോ. ഡൈനിങ് റൂം, ഇത് ഡൈനിങ് റൂമാണ്. ഇനി നമ്മൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തൂടെയാണ് അവർ നടന്നു പോയത്. അങ്ങനെ പോകുമ്പോൾ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഒരു വിദേശ പത്രപ്രവർത്തനമായിട്ടൊരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ വഴി നടന്ന് പോകുന്ന സമയത്താണ് സ്വന്തം അംഗരക്ഷകൻ തന്നെയാണല്ലോ ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊല്ലുന്നത്.
ഈ വഴിയാണ് നടന്നത്. ഇപ്പം നമുക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് പുറത്ത് വന്നിട്ട് കാണുന്നതാണ്. ഇവിടെ വെച്ചാണ് വെടിയേറ്റ് മരിക്കുന്നത്. തൊട്ടടുത്ത് ഉള്ള ആ പോയിന്റിൽ വെച്ച് തന്നെയാണ് അവരെ വെടിവെക്കുന്നത്. ഇപ്പോൾ തിരിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. ഒരു ചെറിയൊരു ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സെൻ്ററുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് പോകാം. ഇവിടെ രാവിലെ ഡൽഹിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നൊരു നല്ല ചായ, സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി തരുന്നൊരു ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് നമ്മൾ ഇനി പോകുന്നത് മഹാത്മാഗാന്ധി മെമ്മോറിയൽ ആ ഭാഗത്തേക്കാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. മഹാത്മാഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലം, അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സ്മൃതി, മഹാത്മാഗാന്ധി സ്മൃതി എന്നാണ് പറയുക. മുൻഗേറ്റിലേക്ക് കയറാം. ഒരു ഇൻഫർമേഷൻ സെൻ്ററുണ്ട്. ഇടത് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചർക്ക വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം അദ്ദേഹത്തിൻ്റെ 140ഓളം ദിവസങ്ങൾ ഒരു ചിത്രീകരണമാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നത്. അകത്ത് ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളാണിതൊക്കെ. അദ്ദേഹം മരിച്ച സമയത്ത് കിടത്തിയ ബെഡാണത് കണ്ടത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോരോ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങളും ചെരുപ്പ്, മിതിയടി, വടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതും അദ്ദേഹത്തിൻ്റെ ഉപകരണങ്ങളാണ്. ഓരോരോ ഉപകരണങ്ങൾ, കണ്ണാടി. ഇതിനകത്തേക്ക് കയറിയാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതിൻ്റെ ചിത്രീകരണങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ അതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായി നന്നായിട്ട് അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ മഹാത്മാഗാന്ധിയെ അറിയാനായിട്ട് വരുന്നവർക്കൊക്കെയും നല്ല അനുഭവം കിട്ടുന്ന രീതിയിൽ, നന്നായി മനസ്സിലാക്കാവുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലുണ്ട്. ആ നിലയിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ അവിടെ ഇത് മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് ലോക നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ആക്കി ചിത്രീകരിച്ച് വെച്ചിരിക്കുകയാണ്. ആ ലോക നേതാക്കന്മാരുടെ പ്രതിമ അവിടെ ഉണ്ട്. അത് നമ്മളെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ വെക്കാമെങ്കിൽ അവർ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉടനെ അവിടെ എഴുതി വരുന്നുണ്ടാകും. ഇത് ചർക്കയാണ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു പ്രതിമ പോലെ. മഹാത്മാഗാന്ധി ഭാരതം മുഴുവൻ എല്ലാവരും കാണണം എന്ന രീതിയിലൊരു ട്രെയിൻ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ചിത്രീകരണം ആണിത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു റൂം. അതിൽ കുറേ സാധനങ്ങളുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അദ്ദേഹം നേരത്തെ താമസിച്ച വീടിൻ്റെ പുറകുവശമൊക്കെ കാണാം. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്മൃതി മണ്ഡപത്തിലേക്കുള്ള വഴിയാണ്. ഇപ്പം നല്ല പച്ചപ്പുല്ലൊക്കെ വെച്ചിട്ട് സ്മൃതി മണ്ഡപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് വരുന്ന ഒരു വഴിയും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് അതിൻ്റെ മുൻവശത്തുള്ള ഒരു ഗാർഡൻ ആണ്. ഇനി നമുക്ക് സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അവിടുന്ന് നേരെ വരാം. അദ്ദേഹം അവിടുന്ന് ഇറങ്ങി അദ്ദേഹത്തിന് വെടിയേക്കുന്ന സ്ഥലത്തിലേക്ക്, പ്രാർത്ഥനാ യോഗത്തിലേക്ക് നടന്നു വന്ന്, അത് ആരംഭിക്കുന്ന സമയത്താണല്ലോ അവന് വെടിയേക്കുന്നത്. അപ്പം അതിൽ ആ പാതയാണ് ഈ കാണിച്ചിരിക്കുന്നത്. വിനായക ഗോഡ്സെ നമുക്കറിയാലോ, അദ്ദേഹമാണ് മഹാത്മാഗാന്ധിയെ തൊട്ടടുത്ത് തന്നെ നിന്നിട്ടാണ് അദ്ദേഹത്തിനെ വെടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് അദ്ദേഹം നടന്ന് പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോയ വഴിയാണത്. ഈ വഴിയിലൂടെ പോയി ആ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേക്കുന്നത്. അദ്ദേഹം ഈ നടന്നു പോയ വഴിയും അതിനോടൊപ്പം തന്നെ സ്മൃതി മണ്ഡപവും വളരെ കാര്യമായി എല്ലാവർക്കും നന്നായിട്ട് കാണാനും ഒക്കെ പഠിക്കാനുമായിട്ടുള്ള സംവിധാനത്തിലെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. നമ്മൾ നേരെ കാണുന്നതാണ് സ്മൃതി മണ്ഡപം. ആ സ്മൃതി മന്ദിരത്തിനടുത്ത് നമുക്ക് അവിടെ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. ചെരുപ്പിട്ട് കയറാതെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ ഈ വഴി നടന്നിട്ടാണ് മഹാത്മാഗാന്ധിജി ഈ സ്ഥലത്തേക്ക് വന്നത്. ഇതാണ് സ്മൃതി മണ്ഡപം. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും ഒരു ഇടനാഴിയിലൂടെ യാത്ര ചെയ്യാം. അവിടെയും ഇതേപോലെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പ്രധാനമന്ത്രിമാരുടെ വസതികളിലേക്കാണ്. വസതിയല്ല, നേരത്തെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ വസതി, അദ്ദേഹത്തിന് മെമ്മോറിയലായിട്ട് അറിയപ്പെടുന്ന വസതിയായിരുന്നു. ഇപ്പം അതൊരു പ്രധാനമന്ത്രിയുടെ മാത്രം അല്ല, മറ്റെല്ലാ പ്രധാനമന്ത്രിമാരുടെയും മറ്റ് കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സെൻ്ററാക്കി മാറ്റി. ഇപ്പം അത് ത്രിമൂർത്തി ഭവൻ എന്നായിരുന്നു യഥാർത്ഥത്തിൽ പൊതുവേ അതിനറിയപ്പെടുന്ന പേര്. ഇപ്പം അത് ഈ ത്രിമൂർത്തി എന്ന് പറയാൻ കാര്യം അവിടെ ഒരു 3 മൂർത്തികളുള്ളൊരു ജംഗ്ഷനുണ്ട്, അവിടെ 3 പ്രതിമകൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്. ഇപ്പോൾ അത് മാറി, പേര് മാറി, പ്രധാനമന്ത്രി ആവാസ് ഭവൻ എന്നാണ്. ഇതിപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അകത്ത് ചെന്നാൽ വീഡിയോ പറ്റില്ല, ഫോട്ടോ മാത്രമേ പറ്റൂ. അതുകൊണ്ട് വീഡിയോ നമ്മളകത്ത് എടുത്തിട്ടില്ല, ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. അകത്ത് ഈ ഓരോ പ്രധാനമന്ത്രിമാരായിരുന്ന സമയത്ത് അവരവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നെഹ്റുവിൻ്റെയാണ് പ്രധാനം കൂടുതലായിട്ടുള്ളത്. ഇത് അതിൻ്റെ ഇടനാഴികൾ, അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു സംഗ്രഹമുണ്ട്. ഇതതിൻ്റെ ഒരു മാപ്പാണ്. ഭരണഘടന നമുക്കവിടെ ഭരണഘടന മലയാളത്തിൽ, ഈ ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ഭരണഘടന നമുക്കവിടെ വായിക്കാം. അതുമാത്രമല്ല, ഭാരതത്തിലെ എല്ലാ ഭാഷകളിലും ഭരണഘടന അവിടെ കേൾക്കാം. അത് നമുക്ക് പിന്നെ അതിൻ്റെ അമെൻമെൻറ്റുകൾ എപ്പോഴൊക്കെയാണ് വന്നത്, എന്തൊക്കെയാണെന്ന് കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് വളരെ വലിയ വിശദമായ ഒരു കാര്യമുണ്ട്. ഭരണഘടന നമുക്ക് ഓഡിയോ കേൾക്കാനുള്ള വ്യവസ്ഥയുണ്ട് അവിടെ. ഇപ്പോൾ ഇത് മലയാളത്തിലാണ്, ഇപ്പോൾ മലയാളത്തിൽ എഴുതി വരും ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല ഭരണഘടനയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാവരുടെയും പ്രധാനമന്ത്രിമാരുടെ ആദ്യം മുതലുള്ള എല്ലാവരുടെയും ഡീറ്റെയിലുകൾ, അവർക്ക് കിട്ടിയ നെഹ്റുവിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയ ഉപഹാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയ ഏതൊരു പ്രധാനമന്ത്രിമാരുടെ ഒപ്പം നിന്ന് ഡിജിറ്റൽ സംവിധാനം അനുസരിച്ച് ചിത്രം എടുക്കാനും, അതേപോലെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ അവരുടെ കൂടെ നടക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുവഴി ഞാനൊരു ചിത്രം എടുത്തിട്ടുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്നു എന്നാണ്. അല്ല, ഈ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള അതിനല്ലതും അതിനകത്ത് കുറേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. നന്നായിട്ട് നല്ല ഭംഗിയായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അവർ. നമുക്ക് അഭിമാനം തോന്നും നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. അഭിമാനം തോന്നാൻ കാരണമെന്ന് വെച്ചാൽ, ഇങ്ങനൊരു നല്ല വൃത്തിയായിട്ട് കാരണം ഭാരതീയർ മാത്രമല്ല അവിടെ വരുന്നത്, പുറത്തുനിന്നൊക്കെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതല്ലേ. അപ്പോൾ അന്നേരം അവരൊക്കെ കണ്ടിട്ടൊരു വിലയിരുത്തൽ നടത്തും ഭാരതത്തിൻ്റെ ഈ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷെ അതിനൊക്കെ നല്ല ഭംഗിയായിട്ട് അതൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം, കാണുമ്പോൾ ഒരു സന്തോഷം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തന്നെ അതിനകത്ത് തന്നെ കഫേ ഉണ്ട്. അവിടെ നിന്നൊരു ചെറിയ കാപ്പിയൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി അവിടെ നെഹ്റു പ്ലാനറ്റേറിയം എന്ന് പറഞ്ഞിട്ട് സ്പേസൊക്കെ കാണാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ സ്പേസിൽ 600 കിലോമീറ്റർ മേളിൽ നമുക്കൊരു സ്പേസ് ഉണ്ടല്ലോ. അവിടെ പോയിട്ട് വന്ന ഒരു വാഹനത്തിൻ്റെ ഒരു പാർട്ട് അവിടെ കാണാൻ വെച്ചിട്ടുണ്ട്. അവിടെ യാത്രികർ പോയിട്ട്, ആ യാത്രികനെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം പോയിട്ട് വന്നൊരു പാർട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടു. അതിന് കൂടാതെ അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ ഒരു 3D വിഷനുണ്ട്, അത് ഗംഭീരമാണ് കാണാൻ. അത് കയറി കണ്ടു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കുറച്ച് വേഗം ഊണൊന്നും കഴിക്കാതെ തന്നെ അങ്ങ് അക്ഷർധാമിൽ പോയി. അക്ഷർധാമിൽ ഞാൻ ഫോട്ടോസ് ഇടാം. അക്ഷർധാമിലെ വീഡിയോ എടുക്കാൻ ഒരു നിർവാഹവുമില്ല. ഞാൻ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും സെക്യൂരിറ്റിയുള്ള ക്ഷേത്രം ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാം അവർ ചെക്ക് ചെയ്ത് അകത്ത് വിടത്തുള്ളൂ.
അങ്ങനെ ഒരു ക്ഷേത്രമായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ച് ഫോട്ടോസ് ചെയ്യാൻ. ഗംഭീര ക്ഷേത്രമാണ്. അക്ഷർധാം നിങ്ങൾക്ക് പോകാൻ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ഉറപ്പായും പോയി കാണേണ്ട ഒരു നല്ല ക്ഷേത്രമാണ്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണത്, ക്ഷേത്രം മാത്രമല്ല, അതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്, പോയി കാണേണ്ടതാണ്. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയുമ്പോൾ അവസരോചിതമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, കാരണം വീഡിയോ കുറച്ച് കിട്ടാൻ എല്ലാം ഫോട്ടോസ് ആയതുകൊണ്ട്, ചെറിയതായതുകൊണ്ട് നമുക്ക് അവസരോചിതമായി പറയാൻ പറ്റിയിട്ടില്ല. കാണുന്നവർ അത് നോക്കി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ അക്ഷർധാമിൻ്റെയൊക്കെ കാര്യം നേരത്തെയാണ് പറഞ്ഞത്, ഇപ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പലതും അതിനിടയിൽ എൻ്റെ ആ ഫോട്ടോയിൽ ചേർത്ത് പറയാൻ സാധിച്ചില്ല, ഫോട്ടോ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റാതായിപ്പോയത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. കഴിയുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ഈ വീഡിയോകൾക്കൊക്കെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.